സൺസിറ്റിയുടെ എല്ലാ ബുക്ക് ഷോപ്സും ഈ മാർക്കറ്റിലാണ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇവിടുന്ന് ബുക്ക് വാങ്ങാറ്. നീ പറഞ്ഞ ശരിയാ. ഇത് കണ്ടോ, ഇവിടെ എല്ലാ തരം ബുക്കും കിട്ടും. ദേ ഇത് കണ്ടോ, ഇതാണ് എന്റെ ഫേവറേറ്റ് ബുക്ക്. ആ മിസ്റ്റർ, ഇപ്പൊ നിങ്ങൾ ചെയ്ത കാര്യമുണ്ടല്ലോ, അത് വളരെ റോങ് ആണ്. ഇപ്പൊ നീ ഡോഡോയോട് പറയേണ്ടത് ഒരൊറ്റ വാക്കിൽ സോറി. സോറി. ടോം ടോബി, പിന്നെ ഞാൻ ബില്ല പക്കടി. ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? കണ്ണിൽ കണ്ട പുസ്തകങ്ങളെല്ലാം താട്ടി തെറിപ്പിക്കും. ടോം ടോബി, പിന്നെ ഞാൻ ബില്ല പക്കടി. ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാ കണ്ണിൽ കണ്ട പുസ്തകങ്ങളെല്ലാം തട്ടി തെറിപ്പിക്കും. R7ന്റെ ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ടല്ലോ. സിഗ്നൽ ബുക്ക് മാർക്കറ്റിൽ നിന്നാണല്ലോ വരുന്നത്. ട്വിങ്കിളും ഡോഡോയും അങ്ങോട്ടാണല്ലോ പോയത്. ഞാൻ ഉടൻ തന്നെ അങ്ങോട്ട് ചെന്നേ പറ്റൂ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, വേഗം ബുക്ക് മാർക്കറ്റിലേക്ക് ചെല്ല്. യെസ് ബ്രോ, ലെറ്റ്സ് ഗോ. ടോം ടോബി, ഞാൻ ബില്ല പകടി. ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കണ്ണിൽ കണ്ട പുസ്തകങ്ങളെല്ലാം തട്ടി തെറിപ്പിക്കും. ദേ നോക്കൂ മിസ്റ്റർ, നിങ്ങൾ എന്തിനാ ഈ ബുക്ക് ഷോപ്സ് ഒക്കെ ഇങ്ങനെ നശിപ്പിക്കുന്നത്? ഞങ്ങൾക്ക് പുസ്തകങ്ങൾ ഒട്ടും ഇഷ്ടമല്ല. അതുപോലെ എഴുതാനും വായിക്കാനും അറിയുന്നവരെയും ഇഷ്ടമല്ല. അതെന്തുകൊണ്ടാ? വെറുതെ ഞങ്ങളോട് ഈ ചോദ്യമൊന്നും വേണ്ട. കാരണം ആരൊക്കെ ഒരുപാട് പഠിക്കുന്നുവോ അവരൊക്കെ വളരെ നല്ലവരായി മാറുകയാ. പക്ഷെ ഞങ്ങൾക്ക് അതുപോലുള്ള നല്ലവർ എന്ന് പറഞ്ഞാൽ വെറുപ്പാ. എന്റെ സഹോദരൻ പറഞ്ഞത് വളരെ ശരിയാ. ആരും എഴുതുന്നത് വായിക്കുന്നത് ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ല. ആരും നല്ല മനുഷ്യനായി ഇരിക്കാനും പാടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാ ബുക്സിനെയും ഇങ്ങനെ വലിച്ചെറിഞ്ഞ് നശിപ്പിക്കുന്നത്. പുസ്തകങ്ങളില്ലെങ്കിൽ പഠിക്കാനും പറ്റില്ല, പഠിച്ചില്ലെങ്കിൽ നല്ല മനുഷ്യരാകാനും പറ്റില്ല. ഇപ്പൊ കീക്കോ പിന്നെ സൂപ്പർ സ്പീഡോ, ഇനി നിങ്ങൾ ഞങ്ങൾ പറയുന്നത് ചെയ്താ മതി. ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയിക്കോ. ഇപ്പൊ നീ ഓടുകയാണെങ്കിൽ സുരക്ഷിതമായിട്ട് രക്ഷപ്പെടാം. അതല്ലെങ്കിൽ ഞങ്ങൾ എടുത്തിട്ട് നിന്നെ പന്താടിക്കളയും. പിന്നെ നിങ്ങൾ രണ്ടുപേരും നേരെ മുകളിലോട്ട് ചെന്നെത്തും. സോറി അങ്കിൾ, നിങ്ങളിപ്പോ ചെയ്യുന്ന കാര്യമുണ്ടല്ലോ അത് വളരെ റോങ് ആണ്. ഞങ്ങൾ റോങ്ങിനെ പേടിച്ചൊരിക്കലും പിൻവാങ്ങില്ല. പക്ഷേ We fight for right. അപ്പൊ അതാണല്ലേ കാര്യം. എന്നാ ഇറങ്ങി വാടാ, നമുക്ക് ഫൈറ്റ് ചെയ്യാം.
അവന്റെ തലപ്പാവയ്ക്ക് ഭയങ്കര വെയിറ്റ് ആണ്. സോളിഡ് വെയിറ്റ് ആയതുകൊണ്ട് ഡാമേജ് ആയി പോയി. ഇന്നു മുതൽ ആരും സൺ സിറ്റിയിൽ ആരും ഒന്നും വായിക്കാനും പാടില്ല, പുസ്തകങ്ങൾ ആരും വാങ്ങിക്കാനും പാടില്ല. ഇനി ഏതൊരു കുട്ടിയും സ്കൂളിന്റെ അടുത്തേക്ക് പോലും പോകരുത്. നല്ലോണം ഓടിച്ചാടി കളിക്ക്, സന്തോഷമായിട്ടിരിക്കെ. പക്ഷെ ഒരു കാര്യം, നിങ്ങളിൽ ആരെങ്കിലും ഏതെങ്കിലും പുസ്തകം കയ്യിൽ വെച്ചിരിക്കുന്നത് ഞങ്ങൾ കണ്ടാൽ പിന്നെ ആ മനുഷ്യനെ നിങ്ങൾ ആരും വീണ്ടും കാണില്ല. എന്താ ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലായോ? വെരി ഗുഡ്. കണ്ടോ, ഞങ്ങൾ ചെറിയൊരു ഡെമോ കാണിച്ചപ്പോഴേക്കും എല്ലാവരും എത്ര ബുദ്ധിമാനായി മാറിയെന്ന്. സോറി മിസ്റ്റർ, കീക്കോയും സൂപ്പർ സ്പീഡോയും ഉള്ളപ്പോ ഇത് സംഭവിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അപ്പൊ അതാണല്ലേ കാര്യം. വാനിയ ടോം ടോപ്പി, ആദ്യം ഈ രണ്ട് ബുദ്ധിമാന്മാരെയും നമുക്കെടുത്തിട്ട് പന്താടിക്കളയാം. ഞങ്ങൾ പറഞ്ഞത് ശരിയാണ് ബില്ല ചേട്ടാ. ഇവന്മാർ രണ്ടും ഇവിടെ ഉള്ളത് വരെ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ചെയ്യാനാവില്ലെന്നാ തോന്നുന്നത്. കീക്കോ, ഇവർക്ക് തിരിച്ചടി കൊടുക്കാൻ എന്തെങ്കിലും ഫോർമുലയുണ്ടോ? ആദ്യം നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആവാം സൂപ്പർ സ്പീഡോ, കാരണം ആർക്കും മുറിവേൽക്കരുത്. ബാക്കി പിന്നെ നോക്കാം. ശരിയാണ്. ടോമിനെയും ബില്ലേയും നമുക്ക് ഒരുപാട് ദൂരം കൊണ്ടുപോയേക്കാം. ടോം, ഇപ്പൊ ഈ ബൈക്ക് നീ തന്നെ മാനേജ് ചെയ്യ്. ഞാൻ അവനെ ഒന്ന് നോക്കിയിട്ട് വന്നേക്കാം. അവന്റെ അറ്റാക്ക് വളരെ സോളിഡ് ആണ് കീക്കോ. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യൂ. ഇവന്മാർക്ക് ഇപ്പൊ തന്നെ ശരിക്കൊരു പാഠം പഠിപ്പിച്ചേ പറ്റൂ. ഇപ്പൊ നിങ്ങൾ രണ്ടാളും ശരിക്കും കുടുങ്ങി. ഇനി രക്ഷപ്പെടണമെങ്കിൽ മര്യാദയ്ക്ക് രണ്ടാളും എന്റെ അടുത്ത് സറണ്ടർ ആയേക്ക്. എടാ ചെക്ക, നീ ഞങ്ങൾ ആരാണെന്നാ കരുതിയേ? ഞങ്ങൾ ആരുടെ മുമ്പിലും സറണ്ടർ ആവില്ല. പക്ഷെ നിങ്ങൾ രണ്ടുപേരുടെയും കഥ ഒറ്റയടിക്ക് അവസാനിപ്പിക്കും, നോക്കിക്കോ. ഇവന്മാര് രണ്ടുപേരും ചേർന്ന് എന്നെ മുഴുവനായിട്ടും ഡാമേജ് ചെയ്യും. അത്രേ ഉള്ളൂ. അവന്റെ ചാപ്റ്റർ ഒറ്റയടിക്ക് നമ്മൾ ക്ലോസ് ചെയ്തു.
അതിനിടയ്ക്ക് അവന്മാർ രണ്ടുപേരും എങ്ങോട്ടാ പോയത്? അല്പസമയത്തിനുള്ളിൽ ഞാൻ എന്റെ ഓട്ടോ റിപ്പയർ കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അവരെ ഫോളോ ചെയ്യാം. പറ്റില്ല സൂപ്പർ സ്പീഡോ, അതിനു മുമ്പ് നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാനുണ്ട്. വാതിലിൽ മുട്ടുന്ന ശബ്ദം ഖട്ട് ഖട്ട് എന്ന് പറയും. ക്രിമിനൽ എവിടെ ഓടി രക്ഷപ്പെട്ടാലും അവനെ പിടിക്കുന്നവനെ ഡിറ്റക്റ്റീവ് ഛട്ട് ഫട്ട് എന്ന് പറയും. ഓ എന്റെ സാറേ, എന്തൊരു പഞ്ച് ഡയലോഗാ. പക്ഷേ എനിക്കിത് നോട്ട് ചെയ്ത് വെച്ചേക്കാൻ പറ്റില്ല സാറേ. കാരണം ആ ടോമും ബില്ലയും എല്ലാവരെയും ബ്ലാക്ക് മെയിൽ ചെയ്ത് വെച്ചിരിക്കുക. സൺസിറ്റിയിൽ ആരും എഴുതാനും വായിക്കാനും പാടില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ വായിക്കുകയോ ഒന്നും ചെയ്യില്ല. നിങ്ങളുടെ ഈ കാര്യം 2 വാക്കിൽ പറയണമെങ്കിൽ വെരി റോങ്. ഇതൊന്നും സാധാരണ റോങ് അല്ല, അതിഭയങ്കര റോങ്. വെരി വെരി റോങ്. ഈഷ്, അല്ല കുട്ടികളെ, നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും സ്കൂളിലേക്ക് പോയേ പറ്റൂ. പഠിക്കണം, എഴുതണം, എങ്കിലേ നിങ്ങൾക്ക് ജീവിതത്തിൽ അടുത്ത ലെവലിൽ എത്താൻ പറ്റൂ. നിങ്ങൾക്കറിയോ, ഞാൻ അത്രയ്ക്ക് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇതുപോലെ ഒരു മേയർ ആവാൻ പറ്റിയത്. പക്ഷേ ടോമും ബില്ലയും നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് പോയിരിക്കല്ലേ? നിങ്ങൾ ആ ടോം ടോപ്പി ബില്ല പക്രിയുടെ കാര്യം അങ്ങ് മറന്നേക്ക്. ഞാനും സൂപ്പർ സ്പീഡോയും അവരെ ഒരു വഴിയാക്കും. കറക്റ്റ്. ഇനി അവന്മാർ ഞങ്ങളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടില്ല. പക്ഷെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സൺസിറ്റിയിൽ എത്ര ബുക്സ് ബാക്കിയുണ്ടോ, അതായത് കുട്ടികളുടെ സ്കൂൾ ബുക്സ് അവരുടെ വീട്ടിൽ ബാക്കിയുണ്ടാവില്ലേ, അതെല്ലാം വളരെ സേഫ് ആയിട്ട് എവിടെയെങ്കിലും പതുക്കി വെക്കണം. യെസ്, നിങ്ങൾ എല്ലാവരും ചെന്ന് വേഗം നിങ്ങളുടെ സ്കൂൾ ബുക്സ് എടുത്തോണ്ട് വരൂ. ഓ നോ, എനിക്ക് തോന്നുന്നത് ടോമും ബില്ല പകടിയും തിരിച്ചു പോയെന്നാ. ഇനി എന്റെ ബുക്ക് ആരും ഡിസ്ട്രോയ് ചെയ്യില്ല. നമുക്കൊരു കാര്യം ചെയ്തേക്കാം, കള്ളം പറഞ്ഞേക്കാം. എന്റെ ബുക്സ് എല്ലാം ഡിസ്ട്രോയ് ആയി പോയി എന്ന് പറഞ്ഞേക്കാം. ടോണി, നീ നിന്റെ ബുക്സ് എല്ലാം എടുത്തോണ്ട് പഴയ ലൈബ്രറിക്ക് വന്നേക്ക്. ബാക്കിയുള്ള കുറച്ച് ബുക്സ് നമുക്ക് അവിടെ ശേഖരിച്ചു വെക്കാം. ബുക്സോ? അത് അവന്മാർ രണ്ടുപേരും ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞു. രണ്ട് കയ്യിലും 2 ബുക്ക് വെച്ചിട്ടുണ്ട്. ടോണി ബോസ് വായ തുറന്നാ കള്ളമേ പറയൂ. ഇങ്ങോട്ടാ, ആ ബുക്സ് എനിക്ക് തന്നേക്ക്. ഇത് ഞാൻ സേഫ് ആയിട്ട് വെച്ചേക്കാം. ശരി, വരൂ കീക്കോ. എല്ലാവരുടെയും ബുക്സ് സേഫായി വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത പ്ലാനിലേക്ക് കടക്കാം. ശരി സൂപ്പർ സ്പീഡോ, ലെറ്റ്സ് ഗോ. ഇനി സ്കൂളിലെ ടീച്ചറിന് വഴക്ക് കേൾക്കാതിരിക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഈ ലങ്കൂർ കുരങ്ങൻ ആരാ? ഞാൻ ടോണിയാണ്, ടോണി. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ ഗ്രേപ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കൊള്ളാലോ, നമുക്ക് രണ്ടുപേർക്കും ഗ്രേപ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിങ്ങിതാ എന്റെ അടുത്തേക്ക് കൊണ്ടുവന്നതാ. ഈ ഗ്രേപ്സ് എല്ലാം വളരെ സ്വീറ്റ് ആണല്ലേ? വേഗം പറ, നീ ഇപ്പൊ എന്തിനാ എങ്ങോട്ട് വന്നത്? എനിക്ക് നിങ്ങളുടെ രണ്ടുപേരുടെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. അതായത് സൂപ്പർ സ്പീഡോയും കിക്കോയും ചേർന്ന് സൺസിറ്റിയിലുള്ള എല്ലാ ബുക്കുകളും പഴയ ലൈബ്രറിയിൽ പതുക്കി വെക്കാൻ പോയിരിക്കുക. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ച അടിയെല്ലാം അവൻ മറന്നുപോയെന്നാ തോന്നുന്നത്. വരൂ ബില്ല ചേട്ടാ, ഇപ്രാവശ്യം അവനൊന്ന് ശരിക്കും വക വരുത്തിയിട്ട് തന്നെ കാര്യം. ജനങ്ങൾ ഈ ബുക്കിൽ നിന്ന് പാഠം പഠിക്കുന്നത് മറന്നേക്കണം. നീ എന്റെ ഹാറ്റിനെ കിക്ക് ചെയ്തു അല്ലേ? ഇനി ഞാൻ നിന്റെ ബുക്കിനെയും നിന്നെയും എന്താ ചെയ്യാൻ പോകുന്ന നോക്കിക്കോ. ഇപ്രാവശ്യം നിങ്ങൾ ബുക്സ് ഡിസ്ട്രോയ് ചെയ്യുന്നത് മാത്രമല്ല, ഈ ബുക്സിന്റെ ഒരു പേജ് പോലും നിങ്ങൾക്ക് തൊടാൻ പറ്റില്ല. യെസ്, ഇത് കീക്കോയുടെയും സൂപ്പർ സ്പീഡോയുടെയും ചാലഞ്ച് ആണ്. നിങ്ങളുടെ ഈ ചാലഞ്ചിനെ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് എങ്ങനെ ബ്രേക്ക് ചെയ്തെന്ന് നോക്കിക്കോ. സൂപ്പർ സ്പീഡോ, വേഗം ലൈബ്രറിയിൽ നിന്ന് പുറത്തേക്ക് പോ. ഒരുപക്ഷെ ഈ സ്ഥലത്ത് നമ്മൾ അവരോട് ഫൈറ്റ് ചെയ്താൽ ബുക്സ് മുഴുവനും ഡാമേജ് ആവും. യു ആർ റൈറ്റ് ബ്രോ, ലെറ്റ്സ് ഗോ.
അവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കാം. വളരെ സ്മാർട്ടാണെന്ന മനസ്സിൽ വിചാരം. നീ ഒരു കാര്യം ചെയ്യട്ടോ, രണ്ട് ബൈക്കിനെ സെപ്പറേറ്റ് ചെയ്തേക്ക്. നമുക്ക് ഒന്നിച്ച് ചേർന്ന് അറ്റാക്ക് ചെയ്യാം. ടോം ടോപ്പി, ഞാൻ ബില്ല പകടെ. ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാ കണ്ണി കണ്ട ബുക്കെല്ലാം തട്ടി തെറിപ്പിക്കൂ. ഓ നോ, അവർ വീണ്ടും എന്റെ വീലിനെ ഡാമേജ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇനി എന്താ ചെയ്യാ? സൂപ്പർ സ്പീഡോ, വേഗം ഇവിടുന്ന് പൊയ്ക്കോ. എവിടെയെങ്കിലും പതുങ്ങി ഇരുന്നിട്ട് ഫോർമുല നമ്പർ 472 അപ്ലൈ ചെയ്യേ. ഗ്രേറ്റ് ഐഡിയ ബഡി. അവര് രണ്ടുപേരും നമ്മളെ പേടിച്ച് എങ്ങോട്ട് ഓടിപ്പോയിരിക്കുക. ദേ അങ്ങോട്ട് നോക്ക്, അവന്മാർ ആ സ്ട്രീറ്റിൽ ചെന്ന് പതുങ്ങിയിരിക്കുക. ഒരേ സമയത്ത് നമ്മൾ മുന്നിലും പിന്നിലും ചേർന്ന് അറ്റാക്ക് ചെയ്താൽ ആ സൂപ്പർ സ്പീഡോ അത് പീസ് ആയി പോകും. ഈ കളി നല്ല രസമുണ്ട്. അവിടെ ഉണ്ടായിരുന്നത് ഞാനല്ല, എന്റെ ഇമേജ് ആയിരുന്നു. എന്താണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ഞങ്ങളുടെ ബൈക്സ് തകർത്തിട്ട് ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് കരുതിയോ? ടോം, വാ, നമുക്ക് ഇവന്മാർക്ക് നമ്മുടെ ഒറിജിനൽ ശക്തി കാണിച്ചു കൊടുക്കാം. അതെ ബില്ല ചേട്ടാ, വാ നമുക്ക് കളി തുടങ്ങാന്നേ. ടോം, ഇനി അവൻ അറ്റാക്ക് ചെയ്യേണ്ടത് നിന്റെ ജോലിയാണ്. ടോം ടോപ്പി, ഞാൻ ബില്ല പഗ്നി. ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ കണ്ണിൽ കണ്ട ബുക്കെല്ലാം തട്ടി തെറിപ്പിക്കും. സൂപ്പർ സ്പീഡോ, ആ ഹാറ്റിനെയും തലപ്പാവിനെയും ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് നമുക്ക് ഫോർമുല നമ്പർ 9 യൂസ് ചെയ്ത് നോക്കിയാലോ? ട്രൈ ചെയ്ത് നോക്കാം കീക്കോ. പക്ഷേ ഫോർമുല 9-ൽ അത് 30 സെക്കൻഡ്സിന് മാത്രമേ ആക്റ്റീവ് ആയിട്ടുണ്ടാവൂ. നമ്മൾ റിസ്ക് എടുത്തേ പറ്റൂ സൂപ്പർ സ്പീഡോ. എനിക്ക് തോന്നുന്നത് നിന്റെ ഹോട്ട് റേസ് കാരണം ആ ഹാറ്റും തലപ്പാവും ഡിസ്ട്രോയ് ആവും. കീക്കോ, ഇനി 20 സെക്കൻഡ്സ് മാത്രമേ ഉള്ളൂ.
കീക്കോ ഇനി 10 സെക്കൻഡ്സേ ഉള്ളൂ. ഇനി മറ്റൊരു വഴിയുമില്ല. എനിക്ക് എന്റെ സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്തേ പറ്റൂ. അഭ്യാസം കഴിച്ചത് മതിയാക്കി ജയിലിൽ ചെന്നിരുന്ന് കമ്പി എണ്ണടാ. ഇനി നിങ്ങളുടെ അഭ്യാസമൊക്കെ ജയിലിൽ മതി, മനസ്സിലായടാ? എന്ന് വെച്ചാൽ സാർ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്. എനിക്കൊരു കാര്യം മനസ്സിലാവുന്നേ ഇല്ല. ഇവരോട് രണ്ടുപേരോടും ആ ലൈബ്രറിയെ കുറിച്ച് പോയി ആരാണ് പറഞ്ഞത്? പുതിയതായിട്ട് വന്ന സിനിമയുടെ പേര് ജോണി. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ ടോണി. എന്നോട് ക്ഷമിക്കൂ കീക്കോ. സ്കൂളിൽ നിന്ന് ടീച്ചറിന്റെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടാതിരിക്കാൻ എങ്ങനെയൊക്കെ ചെയ്തത് അറിയാതെ പറ്റിയതാ. ഒരു കാര്യം ഞാനിപ്പോ മനസ്സിലാക്കി, കളിക്കുന്നതിനോടൊപ്പം എഴുതുന്നതും പഠിക്കുന്നതും വലിയ കാര്യമാണെന്ന്. ഇനി എല്ലാ കുട്ടികളും പഠിത്തം കണ്ടിന്യൂ ചെയ്യണം. എങ്കിലേ ശരിയും തെറ്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റൂ. ഇതൊക്കെ ഞാനിപ്പോ നോട്ട് ചെയ്ത് വെച്ചേക്കാന്നേ. ഇനി നോട്ട്ബുക്കിൽ എഴുതുന്നത് കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല.